are going to discuss about fiscal multipliers. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ പോളിസി ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ടാക്സും ഒക്കെ. അപ്പോൾ അതുമായി കണക്റ്റഡ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലയേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനെ കുറിച്ചും ടാക്സ് മൾട്ടിപ്ലയറിനെ കുറിച്ചും അതുപോലെ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനെ ഗവൺമെൻറ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ എന്നും കൂടെ പറയാം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് ദി റേഷ്യോ ഓഫ് ദി ചേഞ്ച് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ടു എ ചേഞ്ച് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ്. ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓർ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി ചേഞ്ച് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഡെൽറ്റ വൈ ടു എ ചേഞ്ച് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് ഡെൽറ്റ ജി. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ വരുന്ന മാറ്റം ഏത് വഴിയാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ മാറ്റം വരുന്നത്? ഗവൺമെൻറ് സ്പെൻഡിങ്ങിലുള്ള മാറ്റം മൂലം. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ലെവൽ ഓഫ് ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നോ ആ മാറ്റം തമ്മിലുള്ള റേഷ്യോ ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് ദി റേഷ്യോ ഓഫ് ദി ചേഞ്ച് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഡെൽറ്റ വൈ ടു എ ചേഞ്ച് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് ഡെൽറ്റ ജി. അപ്പോൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്നുള്ള ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്നുള്ളതിന് ഡെൽറ്റ വൈ കൊണ്ടും ചേഞ്ച് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് എന്നതിന് ഡെൽറ്റ ജി കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് നൊട്ടേഷൻ എന്ന് പറയുന്നത് കെ ജി ആണ്. ഈസ് ഡിഫൈൻഡ് ആസ്, അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 1/1 മൈനസ് എം പി സി ഓർ കെ ജി ഈസ് ഈക്വൽ ടു 1/MPS. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? 1/1 മൈനസ് എം പി സി ഓർ 1/MPS. 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞത് MPS ആണ്. അതുകൊണ്ട് തന്നെ 1/1 മൈനസ് എം പി സി നമുക്ക് 1/MPS എന്ന് എഴുതാം. If MPC is represented by B, then the government expenditure multiplier can be written as KG is equal to 1/1 minus B. Okay, അപ്പോൾ എം പി സിയെ ബി എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനെ എങ്ങനെ എഴുതാം? കെ ജി ഈസ് ഈക്വൽ ടു 1/1 മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, 1/1 മൈനസ് ബി എന്നാണ് എഴുതുക. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്താണെന്ന് ചോദിച്ചാൽ 1/1 മൈനസ് ബി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, അപ്പം ഇവിടെ ഇനി അതിൻ്റെ ഡെറിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. Next, tax multiplier. Tax multiplier is the ratio of change in the equilibrium level of income delta y to a change in taxes. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയർ നമുക്ക് പേര് കേട്ടാൽ തന്നെ നമുക്ക് മറ്റേതിൽ നിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ടാക്സ് മൾട്ടിപ്ലയർ എന്താണ്? ടാക്സിൽ വരുന്ന മാറ്റം മൂലം ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ അതിൻ്റെ റേഷ്യോ ആണ് ടാക്സ് മൾട്ടിപ്ലയർ. ഇപ്പോൾ ടാക്സിൽ എന്തെങ്കിലും മാറ്റം വന്ന് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്തു, അത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ മാറ്റം വരുത്തി. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ ആണെന്ത്? ഈ മാറ്റം തമ്മിലുള്ള റേഷ്യോ ആണ് ടാക്സ് മൾട്ടിപ്ലയർ. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയറിനെ നൊട്ടേറ്റ് ചെയ്യുന്ന കെ ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് എം പി സി ബൈ 1 മൈനസ് എം പി സി. ഓക്കെ, അല്ലെങ്കിൽ കെ ടി ഈസ് ഈക്വൽ ടു മൈനസ് എം പി സി ബൈ എം പി എസ് എന്ന് എഴുതാം. അതായത് 1 മൈനസ് എം പി സി എന്നുള്ളത് എം പി എസ് ആണ്. അപ്പോൾ മൈനസ് എം പി സി ബൈ എം പി എസ്. ഇഫ് എം പി സി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ബി ദെൻ ദ ടാക്സ് മൾട്ടിപ്ലയർ ക്യാൻ ബി റിട്ടൺ ആസ് കെ ടി ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ 1 മൈനസ് ബി. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ പറഞ്ഞ പോലെ തന്നെ 1 മൈനസ് എം പി സി എന്ന് പറയുന്നത് എം പി എസ് ആണ്, പിന്നെ മൈനസ് എം പി സി ബൈ എം പി എസ് ആണ്. അപ്പോൾ എം പി സിക്ക് പകരം ബി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ മൈനസ് ബി ബൈ 1 മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻകം മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആസ് ടാക്സസ്. എന്തുകൊണ്ടാണ് എം പി സിക്ക് ഇവിടെ മൈനസ് വന്നത്? മൈനസ് ബി എന്ന് പറയുന്നത് ഇൻകം ടാക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ടാക്സ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ, ടാക്സ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം കുറയുകയും ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ടാക്സ് കട്ട് വിൽ കോസ് ആൻ ഇൻക്രീസ് ഇൻ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് ഇൻകം ആൻഡ് എ ടാക്സ് ഇൻക്രീസ് വിൽ കോസ് എ റിഡക്ഷൻ ഇൻ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് ഇൻകം. ദ ടാക്സ് മൾട്ടിപ്ലയർ ഈസ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ. അപ്പോൾ ഓർത്ത് വെക്കുക, ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. എന്തുകൊണ്ടാണ്? ടാക്സും ഇൻകം തമ്മിലുള്ള ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂലമാണ് നെഗറ്റീവ് മൾട്ടിപ്ലയർ ആയത്. ടാക്സ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ കൂടുകയും ചെയ്യും. അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ കൂടും, ഇൻകം കൂടും.
അതേപോലെ ടാക്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം കുറയും. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തുള്ള ഡെറിവേഷൻ ഓഫ് ടാക്സ് മൾട്ടിപ്ലയർ ആണ്. അത് നിങ്ങളൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓർത്ത് വെക്കേണ്ടത് ഈ ടാക്സ് മൾട്ടിപ്ലയർ എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. Next, relation between tax multiplier and government expenditure multiplier. If the MPC is between 0 and 1, the tax multiplier in absolute value is 1 less than the government expenditure multiplier. ഇപ്പോൾ MPC എന്ന് പറയുന്നത് 0, 1 എന്നതിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനേക്കാളും കുറവായിരിക്കും. For example, if MPC is 0.75, the government expenditure multiplier is 1/1 minus 0.75. അപ്പോൾ is equal to 4 കിട്ടി. In contrast, tax multiplier is minus 0.75 divided by 1 minus 0.75 is equal to minus 3. A tax multiplier of minus 3 implies that rupees 10 billion increase in taxes result in a decrease in income of rupees 30 billion. അതായത് ടാക്സ് മൾട്ടിപ്ലയറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും തമ്മിലുള്ള റിലേഷൻ ഒന്ന് കാണിക്കുകയാണ്. MPC എന്ന് പറയുന്നത് 0, 1ൻ്റെ ഇടയിലുള്ളതാണല്ലോ. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയർ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ MPC എന്ന് പറയുന്നത് 0.75 ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/1 മൈനസ് ബി. അപ്പോൾ ബി എന്ന് പറയുന്നത് 0.75 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1/1 മൈനസ് 0.75 is equal to ഇത് ചെയ്യുമ്പോൾ അതായത് 1 മൈനസ് 0.75 ആകുമ്പോൾ നമുക്ക് 0.25 കിട്ടും. 1/0.25 ആകുമ്പോൾ 1/0.25 ആകുമ്പോൾ ആൻസർ എന്താ വരിക? 4 വരും. ഇനി ടാക്സ് മൾട്ടിപ്ലയർ ആകുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? -b/1 മൈനസ് ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് 0.75 ഡിവൈഡ് ബൈ 1 മൈനസ് 0.75 എന്ന് കിട്ടി. അപ്പോൾ 0.75 ഡിവൈഡഡ് ബൈ 0.25 കിട്ടുമ്പോൾ -3 ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് അറിയാം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനേക്കാളും കുറവാണ് എന്ത്? ടാക്സ് മൾട്ടിപ്ലയർ. നെഗറ്റീവ് മൾട്ടിപ്ലയറുമാണ്. അപ്പോൾ ഈ ഒരു -3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ 10 ബില്യൺ ഇൻക്രീസ് നമ്മൾ ടാക്സിൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മളെ ഇൻകം 30 ബില്യൺ ആയിട്ട് കുറയും. അപ്പോൾ 3 മടങ്ങായിട്ട് എന്ത് ചെയ്യും? കുറയും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ, അതായത് യൂണിറ്റ് മൾട്ടിപ്ലയർ. ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ടു എ ചേഞ്ച് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് ഓർ ദ ചേഞ്ച് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് ബാലൻസ്ഡ് ബൈ എ ചേഞ്ച് ഇൻ ടാക്സസ്. ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ വരുന്ന മാറ്റമാണ്. ഏത് വഴിയാണ് അത് മാറ്റം വരുന്നത്? ഗവൺമെൻറ് സ്പെൻഡിങ്ങിലുള്ള മാറ്റം മൂലവും അതുപോലെ ടാക്സിൽ വരുന്ന മാറ്റവും മൂലവും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ആ മാറ്റം തമ്മിലുള്ള റേഷ്യോ ആണ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ വരുന്ന മാറ്റം എങ്ങനെയൊക്കെയാണ്? ഗവൺമെൻറ് സ്പെൻഡിങ്ങിലും മാറ്റം വരും, അതേപോലെ ടാക്സിലും വരുന്ന മാറ്റം മൂലം ഉണ്ടാകുന്ന അതിൻ്റെ ഇഫക്റ്റാണ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ കൊണ്ട് പറയുന്നത്. ഓക്കെ, ദ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1. ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ 1 ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ദ നെറ്റ് ഇൻക്രീസ് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് y റിസൾട്ടിംഗ് ഫ്രം ദ ചേഞ്ച് ഇൻ g ആൻഡ് ദ ചേഞ്ച് ഇൻ t ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി ഇനീഷ്യൽ ചേഞ്ച് ഇൻ g ഓർ t ഇറ്റ്സെൽഫ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ മാറ്റം വന്നു, അതേപോലെ ടാക്സിലും മാറ്റം വരുന്നു. അതുവഴി ഏതിൽ മാറ്റം വരികയാണ്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ മാറ്റം വരികയാണ്. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Δy ഈസ് ഈക്വൽ ടു Δg ഈസ് ഈക്വൽ ടു Δt. ഓക്കെ, balanced budget multiplier is based on the combined operation of the government expenditure multiplier and the tax multiplier. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും തമ്മിലുള്ള കമ്പൈൻഡ് ഓപ്പറേഷനാണ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയറിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് Δy/Δg, അതായത് 1/1 മൈനസ് ബി ആയിരുന്നു. ഇനി ടാക്സ് മൾട്ടിപ്ലയർ എന്തായിരുന്നു? -b/1 മൈനസ് ബി. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ Δy/Δg എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. Δy/Δt എന്ന് പറയുന്നത് ടാക്സ് മൾട്ടിപ്ലയറും ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി വെക്കുക. രണ്ടും കൂടെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. ഈ 1 കിട്ടുന്നത് കൊണ്ട് തന്നെ അതിനെ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? 1/1 മൈനസ് ബി എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്, പ്ലസ് -b/1 മൈനസ് ബി. ഇതെന്താണ്? ടാക്സ് മൾട്ടിപ്ലയർ ആണ്. ഇതിന് രണ്ടിനും കമ്പൈൻഡ് ഓപ്പറേഷനാണ് നമ്മൾ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുകയാണ് അല്ലേ. ഈ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ താഴെ നമ്മൾ 1 മൈനസ് ബി തന്നെ എഴുതും. ഇനി മുകളിലുള്ളത് നേരിട്ട് കൂട്ടുക. 1 + -b വരുമ്പോൾ 1 - b എന്ന് വരും.
താഴെ 1 മൈനസ് ബി തന്നെയാണല്ലോ, രണ്ടും സെയിം തന്നെയല്ലേ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നേരിട്ട് കൂട്ടിയാൽ മതി. 1 മൈനസ് ബി ബൈ 1 മൈനസ് ബി സി ഈക്വൽ ടു എന്താ വരിക, 1 കിട്ടി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 1 കേട്ടോ. അപ്പോൾ അതിനെ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ടാക്സ് മൾട്ടിപ്ലയർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ അതിനെ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫിസിക്കൽ മൾട്ടിപ്ലയേഴ്സ്. ഏതൊക്കെയാണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ടാക്സ് മൾട്ടിപ്ലയർ, പിന്നെ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ എല്ലാം എന്താണ് പറയുന്നത്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ വരുന്ന മാറ്റം ഏത് മൂലം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൂലമാണെന്നുണ്ടെങ്കിൽ അതിനെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയും. ടാക്സ് മൂലമാണെന്നുണ്ടെങ്കിൽ അതിനെ ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയും. ടാക്സ് മൾട്ടിപ്ലയർ നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. രണ്ടും കൂടെ ഉള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയും. ഓക്കെ.